മക്കളെ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനെ പറ്റിയിട്ടാണ്. അപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പലർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കും. അതിനോടൊപ്പം തന്നെ പരീക്ഷയിൽ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഇനി മ്യൂച്വൽ ഇൻഡക്ഷന് ആർക്കും ഒരു പേടി സ്വപ്നമായിരിക്കില്ല. പക്ഷേ ഒരു ചെറിയ കണ്ടീഷൻ, ഈ ക്ലാസ് അവസാനം വരെ നിങ്ങൾ കാണണം. അവസാനം വരെ കണ്ടാൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ് നോക്കുന്നത്, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളൊരു ചോദ്യവും പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം എന്ന് മാത്രമല്ല എന്താണെന്ന് മനസ്സിലാക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു മാഗ്നറ്റ് എടുത്ത് ഒരു കോയിൽ അവിടെ കൊണ്ടുവച്ചു. ഈ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കളിക്കുമ്പോൾ ആ ബൾബ് കത്തുന്നു, അഥവാ ഈ കോയിലിൽ കറണ്ട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവിടെ ബൾബ് കത്തുന്നത്. അതായത് ഈ മാഗ്നറ്റ് ഇങ്ങനെ ഇളക്കി കളിക്കുമ്പോൾ ഈ കോയിലിൽ ഒരു കറണ്ട്, ഒരു വൈദ്യുതി ഒഴുകാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ശരിക്കും ഇവിടുന്ന് സംഭവിക്കുന്നത് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ ബാർ മാഗ്നറ്റിനെ, ഈ ബാർ കാന്തത്തിന് അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കോയിലിൻ്റെ കാന്തിക ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുന്നില്ലേ? ശരിയല്ലേ? അവൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് എണ്ണം കൂടുന്നില്ലേ? അതായത് മാഗ്നറ്റിക് ഫ്ലക്സും കാന്തിക ഫ്ലക്സ് കൂടുന്നില്ലേ? കൂടുന്നുണ്ട്. കാന്തിക ഫ്ലക്സ് കൂടുമ്പോൾ കറണ്ട് കത്തി, അല്ലെ ബൾബ് കത്തി, അഥവാ കറണ്ട് ഒഴുകി. ഇനി അപ്പം മാത്രമല്ല, ഞാൻ വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോഴും കറണ്ട് ഒഴുകുന്നുണ്ട്. വലിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ബാക്കോട്ട് വലിക്കുന്ന സമയത്ത് ഈ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം കാന്തിക ഫ്ലക്സ് കുറഞ്ഞാലും അവിടെ കറണ്ട് ഉണ്ടാവും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഇവിടെ കറണ്ട് ഒഴുകണേ സാധാരണഗതിയിൽ എന്ത് വേണം? ഒരു വോൾട്ടേജ് അഥവാ EMF വേണം. എന്ത് വേണം? EMF വേണം. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ബാറ്ററി ഇല്ല, എങ്കിലും അവിടെ ഒരു വോൾട്ടേജ് അഥവാ EMF ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ പറയും കറണ്ട് ഒഴുകുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയും മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വന്നാൽ, കാന്തിക ഫ്ലക്സിൽ ഒരു വ്യത്യാസം വന്നാൽ അവിടെ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവുന്നതിന് പകരം നമ്മൾ പറയും EMF ഉണ്ടാവും എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കും, ഈ ചോദ്യം എന്തായാലും വരും. വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് പറയണം, whenever there is change in magnetic flux linked with the coil and EMF is induced in the coil. ഒരു കോയിലിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ, കൂടിയാലോ കുറഞ്ഞാലോ ആ കോയിലിൽ ഒരു കറണ്ട് ഉണ്ടാവും എന്ന് പറയുന്നതിന് പകരം ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം വൃത്തിയിൽ പറയാം. ദിസ് ഇസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മലയാളത്തിൽ പറയുമ്പോൾ ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സ് ഉണ്ടായ പോലെ കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുന്നതിന്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രവഹിക്കുന്നു, അല്ലെ കറണ്ട് ഉണ്ടാവുന്നു. EMF പ്രവഹിക്കുന്നില്ല, പ്രേരണം ചെയ്യുന്നു. ഈ ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? വൈദ്യുത കാന്തിക പ്രേരണം എന്ന് വിളിക്കുക. അപ്പൊ ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഒരു കോയിലിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ്, കാന്തിക ഫ്ലക്സ് മാറിയാൽ അവിടെ കറണ്ട് ഉണ്ടാവും. ഈ കാര്യം ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ഞാൻ സാധനം കാണിച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ മനസ്സ് വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ നിങ്ങളോട് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്ക്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു പ്രൈമറി സർക്യൂട്ട് അഥവാ പ്രൈമറി കോയിൽ ഉണ്ടാവും. ആ പ്രൈമറി കോയിലിൽ നമ്മൾ കറണ്ട് കൊടുക്കും. ഇവിടെ ഞാൻ AC കറണ്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഡയറക്ഷൻ മാറി കളിക്കുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് മാറുന്നത്, ഡയറക്ഷൻ മാറുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? കറണ്ട് കൂടുന്നുണ്ട്. 0 നിന്ന് 5 ആംപിയറിലേക്ക് കൂടുന്നു, 5 നിന്ന് 0യിലേക്ക് പോകുന്നു. ഇനി കറണ്ട് ഡയറക്ഷൻ മാറുന്നുണ്ട്, തിരിച്ചിങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പം ഡയറക്ഷൻ മാറുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? ഇങ്ങനെയായിരിക്കും ഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി കറണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് AC. അപ്പോൾ ACയിലേക്ക് കൊടുത്തു. അതിന് നമ്മൾ പ്രൈമറി കോയിൽ എന്ന് വിളിച്ചു. അപ്പുറത്ത് എന്താണുള്ളത്? ഒരു സെക്കൻഡറി സർക്യൂട്ട് അഥവാ സെക്കൻഡറി കോയിൽ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡറി കോയിലിലേക്ക് ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, കറണ്ട് ആരും കൊടുക്കുന്നില്ല. ഒരു ബൾബ് മാത്രമേ ഉള്ളൂ. കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബൾബ്, അല്ലേ? അപ്പോൾ സെക്കൻഡറി കോയിലിൽ എന്തില്ല? കറണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡറി കോയിലിൽ ബൾബ് കത്താൻ പറ്റുമോ? കത്താൻ പാടുണ്ടോ? കത്താൻ പാടില്ല. ഇവിടെ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കിയാലും ഈ സർക്യൂട്ടിലല്ലേ കറണ്ട് ഒഴുകുള്ളൂ, ആ സർക്യൂട്ടിൽ കറണ്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ എന്തുണ്ടാകാൻ പാടില്ല? ബൾബ് കത്താൻ പാടില്ല. ശരിയല്ലേ? പാടുണ്ടോ? അവിടെ ബാറ്ററി കൊടുത്താലല്ലേ ബൾബ് എത്തുള്ളൂ. ബാറ്ററി ഇല്ലേ ബൾബ് എത്തുമോ? ഇല്ല. അപ്പം നമ്മുടെ ഒരു ഊഹം പ്രകാരം അവിടെ കറണ്ട് ഉണ്ടാകാൻ പാടില്ല. ഇത് ഓണാക്കിയാലും അവിടെ കറണ്ട് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം.
നോക്കിക്കേ, ഈ സ്വിച്ച് ഓൺ ആവുന്ന നിമിഷം അവിടെ ബൾബ് കത്താൻ തുടങ്ങി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ബൾബ് കത്തുന്നുണ്ട്. ഈ സ്വിച്ച് ഓഫ് ആകുമ്പോൾ അവിടെ കത്തുന്നില്ല, പക്ഷേ ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ അത് ഈ സർക്യൂട്ടിൽ കറണ്ട് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ബൾബ് കത്തി. അതെങ്ങനെയാണ് സാർ കത്തിയത്? കത്താൻ പാടില്ലല്ലോ. കാരണം ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ സർക്യൂട്ടിലല്ലേ കറണ്ട് ഉള്ളൂ, ആ സർക്യൂട്ടിലേക്ക് കറണ്ട് ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അവിടുത്തെ ബൾബ് കത്തി? ആ ദൂരെ ഇരിക്കുന്ന ആ സാധനത്തിൽ എങ്ങനെ ബൾബ് കത്തി? ഇനി നിങ്ങൾ ചിലർ ആലോചിക്കുന്നുണ്ട്, സാർ ഇവിടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പൈപ്പ് പോലെ സാധനം വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടെങ്കിൽ ഈ പൈപ്പിൽ കറണ്ട് ഉണ്ടാവും, ആ പൈപ്പിൽ കറണ്ട് ഉണ്ടെങ്കിൽ മറ്റൊരു കറണ്ട് ഉണ്ടാവും, അങ്ങനെ പാസ്സാവുന്നതാണോ കറണ്ട്? അല്ല. ഈ പൈപ്പ് പോലത്തെ സാധനത്തെ നമ്മൾ സോഫ്റ്റ് അയൺ കോർ എന്ന് വിളിക്കും. അതവിടെ വെച്ചിരിക്കുന്നത് ബൾബ് നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ടാണ്, ആ കറണ്ടിൻ്റെ എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനെ ഞാൻ എടുത്ത് മാറ്റിയാലും, അതായത് ബേസിക്കലി ഇവർ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ലെങ്കിലും, വെറും വായു മാത്രം, എയർ മാത്രം ഇടയിലുള്ളെങ്കിൽ, ഒരു കോണ്ടാക്ട് ഇല്ല, ഒരു കോയിലൂടെ ഒരു കോണ്ടാക്ട് ഇല്ലെങ്കിലും ആ ബൾബ് കത്തും. ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വിളിക്കുന്നത്. ഒരു കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മറ്റേ കോയിലിൽ ബൾബ് കത്തുന്നു, മറ്റേ കോയിലിൽ കറണ്ട് ഉണ്ടാവുന്നു. ഇവിടെ പോയി തൊട്ടാൽ ഷോക്ക് അടിക്കും. മനസ്സിലാവുണ്ടോ? ഈ കോയിലിലാണ് കറണ്ട് ഉള്ളത്, പക്ഷെ അവിടെ പോയി തൊട്ടാലും ഷോക്ക് അടിക്കും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ വിളിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കണം, എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, മാജിക് ഒന്നുമല്ലല്ലോ. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി സ്ലോ ആയിട്ട് മനസ്സിലാക്കാം. പെട്ടെന്ന് നമ്മൾ കണ്ടു എന്താ സംഭവിക്കുന്നത്, പക്ഷേ ഇനി നമുക്ക് സ്ലോ ആയിട്ട് മനസ്സിലാക്കാം. അപ്പം നോക്കിക്കേ, എൻ്റെ അടുത്തൊരു കോയിലുണ്ട്. ഇത് നമ്മുടെ പ്രൈമറി കോയിലാണ്. ഈ പ്രൈമറി കോയിലിലേക്കാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തത്? നമ്മൾ വയർ വെച്ച് ഒരു AC സോഴ്സ് നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ AC സോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? കറണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കറണ്ട് കൂടും കുറയും, അതിനിടയ്ക്ക് ഡയറക്ഷൻ മാറും. അപ്പോൾ കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കറണ്ട് കൂടുന്നുണ്ട് കുറയുന്നു അല്ലേ? തൊട്ടപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തു? തൊട്ടപ്പുറത്ത് ഞാൻ വെറുതെ ഒരു കോയിൽ വെച്ചു. അതിന് നമ്മൾ സെക്കൻഡറി കോയിൽ എന്ന് വിളിച്ചു. പേരിലൊന്നും കാര്യമില്ല, അപ്പുറത്തെ ഒരു കോയിൽ വെച്ചു. അവിടെ ഞാൻ എന്തെങ്കിലും കണക്ട് ചെയ്തോ? ഒന്നും ഞാൻ കണക്ട് ചെയ്തില്ല. വേണമെങ്കിൽ ഒരു ടെസ്റ്റിന് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ബൾബ് കണക്ട് ചെയ്യും. എന്താണ്? ഒരു ബൾബ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അവിടെ ബാറ്ററി ഒന്നുമില്ല. അപ്പോൾ ഐഡിയലി അവിടെ എന്താണ്? കറണ്ട് ഒഴുകാൻ പാടില്ല, ബൾബ് കത്താൻ പാടില്ല. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഈ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ആകുമ്പോൾ അവിടെ കറണ്ട് ഒഴുകുന്നു. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ചാലകത്തിലൂടെ, ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു സോളിനോയിഡിലൂടെ, നിങ്ങൾ അങ്ങനെ ആലോചിക്കും. സോളിനോയിഡ് നിങ്ങൾക്കറിയാം, ഇതൊരു സോളിനോയിഡാണ്. ഈ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ സോളിനോയിഡിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? നമ്മൾ പഠിച്ചാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ. ഏത് സോളിനോയിഡ് വേണമെന്നില്ല, ഒരു വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ വയറിന് ചുറ്റും ഒന്നുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും. സോളിനോയിഡ് ആണെങ്കിൽ സോളിനോയിഡിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എന്തായിരിക്കും ഷേപ്പ്? ഉള്ളിലെ മാത്രം ഷേപ്പ് നോക്കാം, ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഉള്ളിലൊക്കെ അത്യാവശ്യം നേരെ ആയിരിക്കും, പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടായിരിക്കും അല്ലേ? പുറത്തേക്ക് ഇങ്ങനെ ലൂപ്പൊക്കെ ആയി വരുന്നുണ്ടാവും. നമുക്ക് വേണ്ട. ഓക്കെ, അത് നമുക്ക് വേണ്ട, അത്രയും ഡീപ്പായിട്ട് നമുക്ക് പോകണ്ട. ഓക്കെ, അപ്പം ഇവൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട്, ഈ സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം ഉണ്ടാവുന്നുണ്ട്. ശരിയാണോ? സംശയമൊന്നുമില്ല. ഇവൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, അതിലൊരു സംശയമില്ല. എല്ലാവർക്കും അറിയാം, ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ അത്യാവശ്യം അടുത്താണ് വെച്ചിരിക്കുന്നത്. അവനെ നമ്മൾ 1 കിലോമീറ്റർ ദൂരെ ഒന്നുമല്ല വെച്ചിരിക്കുന്നത്, കുറച്ച് അടുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലേ, ഇവൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അത് കുറച്ച് അവൻ്റെ ഉള്ളിലേക്കും കിടക്കുന്നുണ്ട്. ശരിയല്ലേ? കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ ഉള്ളിലേക്കും കിടക്കുന്നില്ലേ? ഇവൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് നിൽക്കുന്നുണ്ടോ? കുറച്ച് അവൻ്റെ ഉള്ളിലേക്കും പോകും, അവനടുത്തല്ല നിൽക്കുന്നത്. അപ്പോൾ ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് അവൻ്റെ ഉള്ളിലേക്കും പോകുന്നുണ്ട്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായതുകൊണ്ട് EMF ഉണ്ടാവില്ല. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. കാന്തിക ഫ്ലക്സ് ഉള്ളതുകൊണ്ട് അവിടെ കറണ്ട് ഒഴുകാൻ പാടില്ല. കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാവണം. ഇവിടെ കാന്തിക ഫ്ലക്സ് ഉണ്ട്, പക്ഷെ മാറിയാലല്ലേ കറണ്ട് ഒഴുകുള്ളൂ, EMF ഉണ്ടാവുള്ളൂ. നമ്മൾ പഠിച്ചില്ലേ? കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുമ്പോൾ, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താലേ കറണ്ട് ഒഴുകുള്ളൂ. ഈ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AC വെച്ചിരിക്കുന്നത്. AC എന്ന് പറഞ്ഞാൽ കറണ്ട് കോൺസ്റ്റന്റ് ആണോ? ഒരു പ്രത്യേക 3 ആംപിയർ കറണ്ട് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഈ കറണ്ട് ചേഞ്ചിങ് ആണ്, ചേഞ്ചിങ് കറണ്ടാണിത്. ശരിയാണോ അല്ലയോ? ചേഞ്ചിങ് കറണ്ടാണ്, കറണ്ട് മാറിക്കളിക്കുകയാണ്. ദിശയിലും മാറ്റമുണ്ട്, തീവ്രതയിലും മാറ്റമുണ്ട്, മാഗ്നിറ്റ്യൂഡും കൂടുന്നുണ്ട് കുറയുന്നുണ്ട്, ഡയറക്ഷനും മാറിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ചേഞ്ചിങ് കറണ്ടാണ് ഇവിടെ പോകുന്നത്. ഇപ്പോൾ കറണ്ട് കൂടും, കറണ്ട് കുറയും, കറണ്ട് കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും സാർ? മാഗ്നറ്റിക് ഫീൽഡ് കൂടും, മാഗ്നറ്റിക് ഫീൽഡ് കുറയും, മാഗ്നറ്റിക് ഫീൽഡ് കൂടും, മാഗ്നറ്റിക് ഫീൽഡ് കുറയും. ഇനി അത് മാത്രമല്ല, ആ കൂടുന്നതും കുറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് മറ്റവൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട്. സാർ ഇപ്പം മെല്ലെ ട്രിക്ക് കിട്ടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു.
ഇവന്റെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവന്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറയും കൂടും. കറണ്ട് കുറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയും, കറണ്ട് കൂടും മാഗ്നറ്റിക് ഫീൽഡ് കൂടും, കറണ്ട് കുറയും മാഗ്നറ്റിക് ഫീൽഡ് കൂടും, കുറയും കൂടും. ആ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇവന്റെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അവൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. അപ്പോൾ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലം അവൻ്റെ ഉള്ളിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എടോ അത് തന്നെയല്ലേ മറ്റവൻ്റെ ഉള്ളിൽ കൂടി പോകുന്നത്. അപ്പോൾ ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പോയിക്കുക, മറ്റവൻ്റെ നോക്കിയേ, മറ്റവൻ്റെ ഉള്ളിൽ കൂടെ ബാക്കി പോകുന്നില്ലേ അത് ഇവിടെയാണ്. ഓക്കെ നമുക്ക് ഒന്നുകൂടി അറിയാം. ഡോണ്ട് വറി. ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, റിലാക്സ് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പം അത് മറ്റവൻ്റെ ഉള്ളിൽ കൂടി പോകുന്നതുകൊണ്ട് അവൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നുണ്ടോ നോക്കിക്കേ. ഇവിടെ കുറയുമ്പോഴും കൂടുമ്പോഴും അതന്നെയല്ലേ മറ്റവൻ്റെ ഉള്ളിൽ കൂടി പോകുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു നിമിഷത്തിൽ ഇവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ പച്ച കോയിലിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ പച്ച കോയിലിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ്, കാന്തിക ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായി, ഇവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായി മറ്റേ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്, മാറ്റം ഉണ്ടാവുന്നുണ്ട്. ശരിയാണോ? ഇവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഉണ്ടായാൽ, ഇവൻ്റെ മാത്രമല്ല ആരുടെ മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഉണ്ടായാൽ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? അവിടെ കറണ്ട് ഒഴുകും. അവിടെ എന്തുണ്ടാവും? EMF ഉണ്ടാവും, അഥവാ കറണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചല്ലേ. ബൾബ് കത്തില്ലേ? ബൾബ് കത്തണം. ഇനി നിങ്ങളുടെ മനസ്സിലെ ബൾബ് കത്തിയോ? കത്തണം. ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ കോയിലില് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് അഥവാ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ശരിയാണല്ലോ? ശരിയാണ്. ആ കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചും ചെയ്യും, കൂടുകയും കുറയും. മാഗ്നറ്റിക് ഫ്ലക്സും കൂടുകയും കുറയും ചെയ്യും. അതേ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ മറ്റവൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത്? ശരിയല്ലേ? ഒരേ കാര്യമല്ലേ മറ്റവൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്ത് കളിക്കുന്ന സമയത്ത് ഇത് കൂടുമ്പോഴും കുറയുമ്പോഴും മറ്റവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് കാന്തിക ഫ്ലക്സ് എന്താണ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ കാന്തിക ഫ്ലക്സ് കൂടുകയും കുറയുകയും ചെയ്താൽ അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. ദിസ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ അറിയുന്നത്. അതായത് ഡെഫിനിഷൻ നോക്കാം. പരീക്ഷയിൽ ഈ ചോദ്യം എന്തായാലും ഉറപ്പാണ്. ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ ഇത് എഴുതി വെക്കണം. നമ്മൾ പഠിച്ച കാര്യം തന്നെ. വെൻ കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ ഇസ് ചേഞ്ച്, പ്രൈമറി കോയിലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ദി മാഗ്നറ്റിക് ഫ്ലക്സ് അറൗണ്ട് ഇറ്റ് വിൽ ചേഞ്ച്. അവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ടെന്ത് സംഭവിക്കുന്നു? അവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൽ കഥ തീർന്നില്ല. അതല്ല പഞ്ച് ലൈൻ എന്താണ്? ദിസ് വിൽ ഇൻഡ്യൂസ് ആൻ EMF ഇൻ ദ സെക്കൻഡറി കോയിൽ. ഇവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് അപ്പുറത്തെ കോയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു, അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നു. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള സെക്കൻഡറി കോയിൽ ഒരു കറണ്ട് ഉണ്ടാവുന്നു, ഒരു EMF ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇത്രയുള്ള സംഭവം. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ പറയും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സെയിം ആയിരിക്കും. നോക്കുക, സമീപ സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പി ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുതപ്രവാഹത്തിന്റെ തീവ്രതയിലോ മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനിലോ മാറ്റം ഉണ്ടാവുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാവുന്നു, അവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നു. അതല്ല പഞ്ച് ലൈൻ എന്താ? ഇതിന്റെ ഫലമായി രണ്ടാമത്തെ കമ്പി ചുരുളിലും ഒരു EMF പ്രേരണം ചെയ്യുന്നു. രണ്ടാമത്തവൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു EMF ഉണ്ടാവുന്നു, ഒരു കറണ്ട് ഉണ്ടാവുന്നു. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വിളിക്കുക. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയിരിക്കണം. മ്യൂച്വൽ ഇൻഡക്ഷൻ എത്രയേ ഉള്ളൂ. ഒരു കോയിലിൽ നിങ്ങൾ AC കറണ്ട് കൊടുക്കുമ്പോൾ അവൻ്റെ കറണ്ട് മാറുന്നു, അവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നു. അത് കാരണം തൊട്ടടുത്ത് ഇരിക്കുന്ന അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുന്നു? ഒരു കറണ്ട് അഥവാ EMF ഉണ്ടാവുന്നു. കാരണം അവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഒരു ലോജിക്കൽ പ്രശ്നമില്ല. എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇപ്പം തന്നെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് സാർ ഇപ്പം മനസ്സിലായി, ബൾബ് കത്തി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ഇനി നമുക്ക് പരീക്ഷയിൽ ഇതിന്ന് വരാൻ ചാൻസ് ഉള്ള 2-3 ചോദ്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ചോദ്യം പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഹൗ ക്യാൻ യു ഒബ്റ്റെയിൻ സസ്റ്റെയിൻഡ് EMF ഇൻ ദ സെക്കൻഡറി കോയിൽ? സെക്കൻഡറി കോയിൽ സുസ്ഥിരമായ ഒരു EMF ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദിക്കാൻ കാരണം എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡയഗ്രമാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി മനസ്സിലാവും. നമ്മൾ പഠിച്ച AC കറണ്ട് വെച്ചിട്ടാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? DC കറണ്ടാണ് അല്ലേ? DC കറണ്ട്. ഈ DC കറണ്ട് വെച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. DC കറണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. 3 ആംപിയർ ആണ്, 3 ആംപിയർ ആയിരിക്കും. ദിശയും മാറുന്നില്ല, തീവ്രതയും മാറുന്നില്ല, ഡയറക്ഷനും മാറുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. 3 ആംപിയർ കൊടുത്താൽ 3 ആംപിയർ തന്നെ ഫ്ലോ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് ഇവിടെ ഞാൻ സ്വിച്ച് ഓൺ ആക്കി ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലൂടെ 3 ആംപിയർ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
3 ആംപിയർ കാരണം ഉള്ളിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അത് മറ്റവൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യും, തീർച്ചയായിട്ടും അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? നേരത്തെ നമ്മൾ ചേഞ്ച് ചെയ്തതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം കറണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഈ കറണ്ട് മാറിയാലേ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുള്ളൂ. ആ മാഗ്നറ്റിക് ഫ്ലക്സ് മാറിയാലേ അപ്പുറത്ത് ബൾബ് കത്തുള്ളൂ. അപ്പോൾ നമ്മൾ DC കറണ്ട് ആകുമ്പോൾ നമ്മൾ ഓണാക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ബൾബ് കത്തില്ല, മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ ഒരു ചെറിയൊരു കാര്യമുണ്ട്, ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ സ്വിച്ച് ഓണാക്കുന്ന ആ നിമിഷം അവിടെ ബൾബ് കത്തും. അതിൻ്റെ കാരണം എന്താണ്? ഓണാക്കി ഇങ്ങനെ വെച്ച് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്ന ഒന്നും സംഭവിക്കില്ല, അവിടെ ബൾബ് കത്തില്ല. പക്ഷെ ഓണാക്കുന്ന നിമിഷം, ജസ്റ്റ് ഓണാക്കുന്ന നിമിഷം ബൾബ് ജസ്റ്റ് ഒന്ന് കത്തുന്ന ഓഫോ, കത്തി ഓഫോ. അതിൻ്റെ കാരണം എന്താണ്? ആലോചിച്ച് നോക്കി നോക്ക്, റിലാക്സ് ചെയ്ത് ആലോചിച്ച് നോക്കി നോക്ക്. ഈ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് അത് ഓഫാണ്, ഒന്നുമില്ല, കറണ്ടൊന്നുമില്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ഒന്നുമില്ല. ആ സമയത്ത് ഇവിടെ കറണ്ടില്ല, അവിടെയും കറണ്ടില്ല, ബൾബ് ഓഫാണ്, ഒരു സംശയമില്ല. പക്ഷേ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 3 ആംപിയർ കറണ്ടാണ് ഒഴുകുന്നതെങ്കിൽ ആ 3 ആംപിയർ പെട്ടെന്നല്ലല്ലോ, 3 ആംപിയർ 0 ആംപിയർ കറണ്ട് ഇല്ലായ്മയിൽ നിന്ന് കറണ്ട് 3 ആംപിയറിലേക്ക് പുഷൂന്നാവുമല്ലോ, 0 കൂടി 3 ആംപിയറിലേക്കല്ലേ ആവുക. അപ്പോൾ കറണ്ട് ഇവിടെ 3 ആംപിയറിലേക്ക് എത്തും, 0 ആംപിയറിൽ നിന്ന് 3 ആംപിയറിലേക്ക് എത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് കൂടിക്കൊണ്ട് 3 ആംപിയറിലേക്ക് എത്തുകയാണ് ചെയ്യുക, അല്ലാണ്ട് പെട്ടെന്ന് 3 ആംപിയറിലേക്ക് ആവുമല്ല. അപ്പോൾ ആ കറണ്ട് കൂടുന്ന സമയത്ത് ആ കുറച്ച് നേരത്തേക്ക്, ആ 3 ആംപിയർ ആവുന്ന വരെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. 3 ആംപിയറിലേക്ക് ആവുന്നതിൻ്റെ ഒപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു കുറച്ച് നേരത്തേക്ക്, ഈ ഒരു കുറച്ച് നേരത്തേക്ക്, വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ കുറച്ച് നിമിഷത്തേക്ക് ബൾബ് എന്താണ്, ബ്ലിം 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 എന്ന് പറഞ്ഞാൽ കത്തും. 3 ആംപിയർ എത്തിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഫിക്സ്ഡ് ആയി, പിന്നെ കറണ്ട് കത്തേണ്ട ആവശ്യമില്ല, ബൾബ് ഓഫ് ആവും. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുന്ന നിമിഷം ബൾബ് പുഷു എന്നിട്ട് കത്തി ഓഫ് ആവും, അപ്പോൾ തന്നെ ഓഫ് ആവും, കാരണം കറണ്ട് ഫിക്സ്ഡ് ആയില്ലേ. 3 ആംപിയർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കാൻ പോകുന്നത്, പിന്നെ എത്ര നേരം നോക്കിക്കൊണ്ടിരുന്നാലും ഒന്നും നടക്കില്ല. മനസ്സിലാവുണ്ടോ? ലോജിക്ക് കത്തണം. നേരെ തിരിച്ചു, സ്വിച്ച് ഓണാക്കുന്ന നിമിഷം ബൾബ് കത്തി പിന്നെ സ്വിച്ച് എത്ര നേരം ഓണാക്കിയിട്ടാലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ സ്വിച്ച് ഓഫ് ആക്കിയാലോ, സ്വിച്ച് ഓണായ സ്ഥിതിയിൽ നിന്ന് ഞാൻ സ്വിച്ചിനെ പെട്ടെന്ന് ഓഫ് ആക്കിയാൽ അപ്പോഴും ബൾബ് ഒന്ന് കയറി കത്തും. അതിൻ്റെ കാരണം എന്തായിരിക്കും സാർ? സിമ്പിൾ. 3 ആംപിയർ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, സ്വിച്ച് ഓൺ ആണ്, 3 ആംപിയർ ഫ്ലോ ചെയ്തുകൊണ്ടിരുമ്പോൾ ബൾബൊന്നും ഇല്ല. 3 ആംപിയർ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത്, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് 3 ആംപിയറിന് നേരെ 0ലേക്ക് ആവുമല്ലോ, 3 ആംപിയറിന് കുറഞ്ഞ് 0ലേക്കാണ് ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പം 3 ആംപിയറിന് 0ലേക്ക് ആവാൻ വേണ്ടി ഒരു സമയം എടുക്കുന്നുണ്ട്, 3 ആംപിയറിൽ നിന്ന് 0ലേക്ക് ആവാൻ സമയം എടുക്കുന്നുണ്ട്. ആ സമയത്തിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ്, കറണ്ട് കുറഞ്ഞുകൊണ്ട് വരികയാണ്, 3, 2, 1, 0.5, 0.2. ആ കറണ്ട് കുറഞ്ഞു വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സും കുറയുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സും കുറയും. അപ്പോൾ അവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് കുറയും, അവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് കുറഞ്ഞാലും ബൾബ് എത്തും. കൂടിയ മാത്രമല്ല, ചേഞ്ച് ഉണ്ടായാൽ മതി, കൂടുകയോ കുറയുകയോ ചെയ്താൽ. അപ്പോൾ അവൻ്റെ കാന്തിക ഫ്ലക്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ബൾബ് കത്തി, കുറഞ്ഞ് 0 ആകുമ്പോൾ പിന്നെ ബൾബ് കത്തില്ല. അപ്പോൾ ഓഫാക്കുന്ന ആ നിമിഷം, ഓക്കെ, ഓണായി ഓഫാക്കുന്ന ആ നിമിഷം അവിടെ ബൾബ് കത്തും. അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ. സ്വിച്ച് ഓൺ ആക്കിയാൽ അപ്പോൾ ബൾബ് കത്തി ഓഫായി, സ്വിച്ച് ഓഫ് ആക്കിയാൽ അപ്പോഴും ബൾബ് കത്തി ഓഫായി, ഓണാക്കുന്ന ബൾബ് കത്തി. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ആ ബൾബ് കത്തിക്കൊണ്ടിരിക്കില്ല. നിങ്ങൾ ഓണം ഓഫ് ആക്കുമ്പോൾ മാത്രമേ DC സർക്യൂട്ടിൽ ബൾബ്, മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെ, പക്ഷേ പ്രശ്നം എന്താണ്? കാര്യമൊന്നുമില്ല, ബൾബ് കത്തിക്കൊണ്ടിരിക്കില്ല. ബൾബ് കത്തിക്കൊണ്ടിരിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നിങ്ങൾ ഓൺ ഓഫ് ആക്കുമ്പോൾ പെട്ടെന്ന് ആക്കിക്കൊണ്ടിരിക്കണം, ഓഫ് ആക്കിക്കൊണ്ടിരിക്കണം, അപ്പോൾ ബൾബ് കത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനേക്കാൾ എളുപ്പ പരിപാടി എന്താണ്? എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന ഒരു കറണ്ട് ഇവിടെ കൊണ്ടുവച്ചാൽ പോരെ. ആ കറണ്ട് ആരാണ്? AC കറണ്ട്. നിങ്ങൾ ഈ മണ്ടത്തരൊക്കെ മാറ്റിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക? DC ബാറ്ററിക്ക് വരെ AC കറണ്ട് കൊടുക്കുക. അപ്പോൾ കറണ്ട് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, എപ്പോഴും അവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, അവൻ്റെ ഉള്ളിൽ എപ്പോഴും ബൾബ് കറണ്ട് ഉണ്ടാവും, എപ്പോഴും ബൾബ് കത്തും. ബൾബ് കോൺസ്റ്റൻ്റ്ലി കത്തണം. നമ്മൾ എന്ത് ചെയ്യണം? ഈ DC ബാറ്ററിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു AC സോഴ്സ് കൊണ്ടുപോയി വെക്കണം. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? സെക്കൻഡറി കോയിലിൽ സുസ്ഥിരമായ EMF ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? യൂസ് AC സോഴ്സ് ഇൻ ദ പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലിൽ നിങ്ങളൊരു AC സോഴ്സ് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് വെക്കുക, പരിപാടി ക്ലോസ്. പ്രൈമറി കോയിലിൽ ഒരു AC സ്രോതസ് നിങ്ങൾ ഉപയോഗിക്കുക, പരിപാടി തീർന്നു. കാര്യം ക്ലിയർ ആണല്ലോ? അത് പരീക്ഷ ചോദിച്ചിട്ടുമുണ്ട്, പരീക്ഷകളിൽ ഇതിനു മുൻപ് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മിനിമം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടെക്സ്റ്റ് ബുക്കിലെ 2-3 ചോദ്യങ്ങൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി പരിപാടി തീർന്നു. ഇനി ഇതിനെപ്പറ്റി ആലോചിച്ചുള്ള ടെൻഷൻ വേണ്ട. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഇതാണ്, ടേൺ ഓൺ ആൻഡ് ഓഫ് ദി സ്വിച്ച് കണ്ടിന്യൂസ്ലി, വാട്ട് ഡു യു ഒബ്സർവ്? അപ്പോൾ ഈ സ്വിച്ചിൻ്റെ കാര്യം പറയുന്നത്, ഈ ഡയഗ്രാമിന് ബേസ്ഡ് ആണ് ചോദ്യം. ഇത് ഓഫ് ഓൺ ആക്കിക്കൊണ്ട് വലിച്ചാൽ എന്ത് സംഭവിക്കും? ബൾബ് കത്തി ഓൺ ആവും, ബൾബ് ഗ്ലോ ചെയ്യാതിരിക്കും. അതല്ലേ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? ഓഫ് ഓൺ ആകുന്ന സമയത്ത് മാത്രം ബൾബ് കത്തും. അപ്പോൾ ആൻസർ എന്താണ്? ബൾബ് ഗ്ലോസ് ആൻഡ് ദെൻ ഗോസ് ഓഫ്. ഗ്ലോസ് ഗോസ് ഓഫ്. അപ്പോൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നാൽ ഗ്ലോസ് ഗോസ് ഓഫ് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുക തന്നെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്വിച്ച് തുടർച്ചയായി ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുക. എന്താണ് നിരീക്ഷിക്കുന്നത്? ബൾബ് കത്തും ഓഫ് ആവും. മനസ്സിലാവണ്ടല്ലോ? ശരി, നമ്മൾ പഠിച്ച കാര്യം തന്നെ. രണ്ടാമത്തെ, ഇഫ് ദ സ്വിച്ച് ഇസ് കെപ്റ്റ് ഇൻ ദി ഓൺ പൊസിഷൻ, വാട്ട് ഡു യു ഒബ്സർവ്? സ്വിച്ച് ഓൺ ആക്കിയ അവസ്ഥയിൽ വെച്ചിരുന്നാൽ എന്താണ് നിങ്ങൾ കാണുന്നത്? എന്താണ് നിരീക്ഷിക്കുന്നത്? ഒന്നുമില്ല. സ്വിച്ച് ഓൺ ആക്കി വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓണാക്കി വെച്ചു, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓണാക്കുന്ന സമയത്ത് മാത്രം ബൾബ് കത്തും, പക്ഷേ ഓണാക്കി വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബൾബ് ഡസ് നോട്ട് ഗ്ലോ കണ്ടിന്യൂസ്ലി. ബൾബ് കത്തിക്കൊണ്ടിരിക്കില്ല. ഓക്കെ, ഫസ്റ്റ് ആൻസറിൻ്റെ ആൻസർ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ബൾബ് ഗ്ലോസ് ഓൺ ആൻഡ് ഓഫ് കണ്ടിന്യൂസ്ലി. ഓൺ ഓഫ് കണ്ടിന്യൂസ്ലി. ഓക്കെ, നെക്സ്റ്റ്, ഓൺ വാട്ട് ഒക്കേഷൻസ് ഡസ് ദി ഫ്ലക്സ് ചേഞ്ച്? എപ്പോഴാണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുക? വെൻ ദ സ്വിച്ച് ഇസ് മെയ്ഡ് ടു ഗോ ഓഫ് ആൻഡ് ഓൺ. കാന്തിക ഫ്ലക്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൽ എന്ത് ചെയ്യണം? ഓഫ് ഓൺ ആക്കുമ്പോൾ മാത്രമല്ലേ കറണ്ട് ചേഞ്ച് ചെയ്യുള്ളൂ, അപ്പോൾ മാത്രമല്ലേ കാന്തിക ഫ്ലക്സും ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ കാന്തിക ഫ്ലക്സ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ സ്വിച്ച് ഓൺ ഓഫ് ആക്കുമ്പോൾ. ആ കാര്യം ക്ലിയർ ആണല്ലോ? ശരി, റെഡി. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഒക്കേഷൻസ് വെൻ ദി കറണ്ട് ഫ്ലോസ് ത്രൂ ദി സെക്കൻഡ് കോയിൽ? എപ്പോഴൊക്കെയാണ് കറണ്ട് സെക്കൻഡറി കോയിലൂടെ കിടക്കുക? ഒന്നുമില്ല. സ്വിച്ച് ഓൺ, ഈ സ്വിച്ച് പ്രൈമറി കോയിലിലെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും പ്രൈമറി കോയിൽ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴും. ശരിയല്ലേ? ഓൺ ആക്കുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവും, ഓഫ് ആക്കുമ്പോൾ കറണ്ട് ഉണ്ടാവും. ഓക്കെ, വെൻ ദ സ്വിച്ചിൻ്റെ ഫസ്റ്റ് കോയിൽ ഇസ് കെപ്റ്റ് ഓൺ ഓർ ഓഫ്. ഓൺ ആക്കുമ്പോൾ നിമിഷം, ഓഫ് ആക്കുന്ന നിമിഷം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു സജസ്റ്റ് മെത്തേഡ് ബൈ വിച്ച് ചേഞ്ച് ക്യാൻ ബി ബ്രോട്ട് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് വിത്തൗട്ട് സ്വിച്ചിങ് ആൻഡ് ഓൺ ആൻഡ് ഓഫ്? ഈ ഓൺ ഓഫ് ആക്കുക അല്ലാണ്ട് മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്ത് ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? നമ്മൾ പഠിച്ചില്ലേ, DC ബാറ്ററി മാറ്റി നമ്മളൊരു AC സോഴ്സ് കൊണ്ടുവയ്ക്കുക. AC സ്രോതസ് കൊണ്ടുവച്ചാൽ പരിപാടി ക്ലോസ്. മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും ചേഞ്ച് ചെയ്യും, കാന്തിക ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും എന്നുള്ള ഒരു സംശയമില്ല. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്ഷൻ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കേണ്ട എന്താണ്? 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. ഈ സാധനം എഴുതി വെക്കുക. ആ ഡയഗ്രാം വെറുതെ രസത്തിന് വരച്ച് വെച്ചേക്കുക കേട്ടോ. പറ്റുമെങ്കിൽ ഇവിടെ ഒരു AC സോഴ്സ് കൊണ്ടേ വെക്കുക, അതായിരിക്കും ബുദ്ധി. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. അത് 2 എഴുതി വെച്ചാലും ഒരു കുഴപ്പമില്ല, രണ്ടും കറക്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി. ഈ ചാപ്റ്റർ അല്ല, ഈ ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുവെങ്കിൽ നിങ്ങൾ എല്ലാവരും സാർ ഞങ്ങൾ ഫുള്ള് കണ്ടു. അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മ്യൂച്വൽ ഇൻഡക്ഷൻ പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കായിരുന്നു. നെക്സ്റ്റ് ഈ ചാപ്റ്ററിനോ അടുത്ത ചാപ്റ്ററിനോ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മ്യൂച്വൽ ഇൻഡക്ഷൻ മനസ്സിലായെങ്കിൽ, ബൾബ് കത്തിയെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്തിടുക. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയില്ലേ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ വേണ്ടി ആ ബെൽ ഐക്കൺ എന്ത് ചെയ്യുക? ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.